+1 ക്ലാസ്സിലെ പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ വരുന്നത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങും കോമ്പിനേഷനുമാണ്. അതിലെ പെർമുട്ടേഷൻ നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും പെർമുട്ടേഷനിൽ വരുന്ന പല പ്രോബ്ലംസും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് എന്താണ് പെർമുട്ടേഷൻ എന്നും അതിൻ്റെ ഫോർമുലയെക്കുറിച്ചും നമുക്കൊരു അറിവുണ്ടായിരിക്കണം. പെർമുട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെന്റ് ഓഫ് numbers or objects taken some or all at a time. Suppose there is n different objects ഉണ്ടെങ്കിൽ അതിൽ r at a time നമ്മൾ അതിലെ 10 objectsലെ 2 എണ്ണം വീതം എടുക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ n objects taken r at a time ആണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് NPR. NPR equal to n factorial by n minus r factorial. ഫാക്ടോറിയൽ എന്താണെന്ന് നമുക്കറിയാം. 3 factorial എന്ന് പറയുമ്പോൾ 1 into 2 into 3. n factorial ആണെങ്കിൽ 1 into 2 into 3 into etc. up to n. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The number of 3-letter words which can be formed by the letters of the word number. Number എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് എത്ര 3-letter words യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്പർ എന്നുള്ള വേർഡ് എഴുതി നോക്കുകയാണെങ്കിൽ അതിനകത്ത് 6 letters ഉണ്ട് അല്ലേ. അതിൽ നിന്ന് 3 letters ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. 3 letters ചൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം എനിക്ക് ഇതിലെ 6 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്പർ ഓഫ് ചോയ്സസ് ഈസ് 6. അടുത്തതായിട്ട് എനിക്ക് ഈ 6 എണ്ണത്തിൽ 6 എണ്ണത്തിന് ഒരെണ്ണം നമ്മൾ ഫിക്സ് ചെയ്തു അല്ലേ. ബാക്കി 5 എണ്ണത്തിൽ ഏത് നമ്പർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ അടുത്തത് 5. അപ്പോൾ 2 letters അവിടെ ഫിക്സ് ചെയ്തു. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? ബാക്കി 4 letters ഉണ്ട് അല്ലേ. ആ 4 lettersൽ ഏത് വേണമെങ്കിലും ഇവിടെ എഴുതാം. അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് ചോയ്സസ് എന്ന് പറയുന്നത് 4. അപ്പോൾ ആൻസർ വരിക 6 into 5 into 4. ആൻസർ ഈസ് 120. 6 into 5 into 4 that equal to 120. ഇനി പെർമുട്ടേഷൻ ഫോർമുലയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരിക 6p3. 6p3 equal to 6 factorial divided by 6 minus 3 factorial. That equal to 6 factorial divided by 3 factorial. 3 factorial നമുക്ക് 6 factorial ക്യാൻസൽ ചെയ്യും അല്ലേ. 6 factorial എന്ന് പറയുന്നത് നമുക്ക് 3 factorial into 4 into 5 into 6 എന്ന് എഴുതാം. Divided by 3 factorial. That is equal to 4 into 5 into 6. That is equal to 120. 3 factorial 3 factorial നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ആൻസർ വരുന്നത് 120. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. How many words with or without meaning can be formed using all letters of the word equation using each letter exactly once? Equation എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് എത്ര ലെറ്റേഴ്സ് നമുക്ക് ഫോം ചെയ്യാം? All letters are used exactly once. Repetition allowed അല്ല. അപ്പോൾ അതിനകത്ത് എത്ര ലെറ്റർ ഉണ്ട് നമ്മൾ ആദ്യം നോക്കാം. ഇക്വേഷൻ എന്നതിനകത്ത് 8 letters നമുക്ക് വരുന്നുണ്ട് അല്ലേ. 8 letters വരുന്നുണ്ട്. 8 letters നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ 8p8. 8 letters ഉണ്ട്. 8 letters നമ്മൾ യൂസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമ്പർ ഓഫ് പെർമുട്ടേഷൻ ഈസ് 8p8. 8p8 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 factorial by 8 minus 8 factorial. 8 minus 8 എന്ന് പറയുമ്പോൾ നമുക്കത് 0 factorial ആണ് വരിക. 0 factorialൻ്റെ വാല്യൂ 1 ആണ്. ആൻസർ ഈസ് 8 factorial. ഇതെല്ലാം നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ചിട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 8 ബോക്സസ് അല്ലെങ്കിൽ 8 ലൈൻ നിങ്ങൾ വരയ്ക്കുക. അതിൽ ഫസ്റ്റ് നമുക്ക് ഏത് ലെറ്റർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഈ 8 എണ്ണത്തിൽ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ചോയ്സസ് 8. ഒരെണ്ണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ചോയ്സസ് ഒരെണ്ണം കുറഞ്ഞു 7. അടുത്തത് 2 ലെറ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ചോയ്സസ് വീണ്ടും ഒന്ന് കുറഞ്ഞു 6. പിന്നെ 5 4 3 2 1. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് 8 factorial. അപ്പോൾ 8 factorial നമുക്ക് അങ്ങനെ ഇട്ടാലും മതി. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. How many words with or without meaning can be made from the letters of the word Monday assuming that no letter is repeated? അപ്പോൾ അതിൽ മൺഡേ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര ലെറ്റേഴ്സ് ഫോം ചെയ്യാം? 4 letters are used at a time. 4 letters are used എന്ന് പറയുമ്പോൾ നമുക്ക് 4 ബോക്സ് ഇമാജിൻ ചെയ്യാം. അതിനകത്ത് ആദ്യം ഏത് ലെറ്റർ വേണമെങ്കിലും എനിക്ക് എഴുതാം. ടോട്ടൽ 6 letters നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ചോയ്സസ് 6. ഒരെണ്ണം ഫിക്സ് ചെയ്തു.
നോ ലെറ്റർ ഈസ് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലെറ്റർ നമുക്ക് വീണ്ടും എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചോയ്സ് ഒരെണ്ണം കുറഞ്ഞു. അപ്പോൾ 6 കഴിഞ്ഞാൽ അടുത്തത് നമ്പർ ഓഫ് ചോയ്സ് 5. അപ്പോൾ 2 ലെറ്റർ ഞാൻ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് 2 എണ്ണം കുറഞ്ഞാൽ ബാക്കി 4 ലെറ്റേഴ്സ് ഉണ്ടല്ലേ മണ്ടേയിൽ. അപ്പോൾ ബാക്കി 4 ചോയ്സ്, ഒരെണ്ണം കൂടിയും കുറഞ്ഞു കഴിഞ്ഞാൽ 3 ചോയ്സ്. അപ്പോൾ ആൻസർ വരിക 6 × 5 × 4 × 3 ദാറ്റ്സ് ഈക്വൽ ടു, ചെയ്ത് നോക്കുക നിങ്ങൾ, 360 ആയിരിക്കും ആൻസർ. അപ്പോൾ ഇത് പെർമുട്ടേഷൻ വഴി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പെർമുട്ടേഷൻ വഴിയാണെങ്കിൽ നമുക്ക് എത്ര ആൻസർ വരിക? 6 ലെറ്റേഴ്സ് ഉണ്ട്, ടേക്കൺ 4 at a time. 6p4 equal to 6 factorial by 6 minus 4 factorial, that is 2 factorial. അപ്പോഴും ആൻസർ വരിക 3 × 4 × 5 × 6. സെയിം ആൻസർ തന്നെയാണ് വരിക, 360. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് all letters are used at a time. all letters are used എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ്. 6 ലെറ്റേഴ്സും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും ആൻസർ വരിക? ഇപ്പോൾ 6 ലൈൻസ് വരച്ചു. ആദ്യം 6 ചോയ്സ്, പിന്നെ 5, പിന്നെ 4, 3, 2, 1. ആൻസർ വരുന്നത് 6 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 720. 1 × 2 × 3 × 4 × 5 × 6. ഇപ്പോൾ പെർമുട്ടേഷൻ വഴിയാണെങ്കിൽ 6p6. 6p6ഉം 6 ഫാക്ടോറിയൽ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് all letters are used but the first letter is a vowel. അപ്പോൾ എല്ലാ ലെറ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 6 ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 ലൈൻ ചെറുതായി ഒന്ന് വരച്ച് നോക്കാം. അതിലെ ഫസ്റ്റ് ലെറ്റർ ഈസ് എ വവൽ. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് വവൽസ് എന്ന് നോക്കാം. വവൽസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വവൽ ഉണ്ട്, അതുപോലെ തന്നെ ഓ എന്ന് പറയുന്ന വവൽ ഉണ്ട്. 2 വവൽസ് ഉണ്ട് അല്ലേ. 2 വവൽസേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഈസ് എ വവൽ എന്ന് പറയുമ്പോൾ ഹിയർ ദ നമ്പർ ഓഫ് ചോയ്സസ് ഈസ് 2 അല്ലേ. 2 ചോയ്സസേ ആദ്യത്തെ സ്പേസിലുള്ളൂ. പിന്നെ നമുക്ക് ഒരെണ്ണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ബാക്കി 5 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും എനിക്കിവിടെ എഴുതാം. അപ്പോൾ ഇവിടെ 5 വരും, വീണ്ടും ഒരെണ്ണം കുറഞ്ഞു, 4, 3, 2, 1. ആൻസർ വരുന്നത് 2 × 5 ഫാക്ടോറിയൽ വരും. 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 120 × 2. ആൻസർ നമുക്ക് 240 എന്നായിരിക്കും വരിക. മനസ്സിലായല്ലോ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിലും ചെയ്യാം, പെർമുട്ടേഷൻ. അപ്പോൾ 2 മെത്തേഡിലും ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഫോക്കസ് ഏരിയയിലെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ് നമുക്കുള്ളത്. അതിനാൽ ഈ അത്തരം പ്രോബ്ലംസും കൂടി നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് find the number of 8 letter arrangements that can be made from the letters of the word daughter so that all vowels occur together, all vowels do not occur together. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഡോട്ടർ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര ലെറ്റേഴ്സ് ഫോം ചെയ്യാം, എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും. ഓൾ വവൽസ് ഒക്കർ ടുഗദർ, എല്ലാ വവൽസും ഒരുമിച്ച് വരണം അല്ലേ. എല്ലാ വവൽസും ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന വവൽ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? എ, ഇ, അതുപോലെ തന്നെ യു. ഈ 3 വവൽ ലെറ്റേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ 3 വവൽ ലെറ്റേഴ്സിനെ നമ്മൾ ഒരൊറ്റ എലമെൻ്റായി കൺസിഡർ ചെയ്യുക. ഇത് ഒരുമിച്ച് വന്നിരിക്കണം, ഇത് 3ഉം ഒരുമിച്ച് വന്നിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഒരൊറ്റ ബോക്സിൽ അല്ലെങ്കിൽ ഒരൊറ്റ കള്ളിയിൽ അവരെ നമുക്ക് ഇമാജിൻ ചെയ്യാം. എന്നിട്ട് ബാക്കി എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 8 ലെറ്റേഴ്സ് അല്ലേ. ബാക്കി എത്ര വരും? 5 എണ്ണം ഉണ്ട് അല്ലേ. ഈ 5 എണ്ണത്തിൽ ഈ വവൽസ് ഒരുമിച്ച് ഇതിനിടയിൽ എവിടെ വേണമെങ്കിൽ വരാം. ഇതിനിടയിൽ എവിടെ വേണമെങ്കിൽ വരാം. ഫസ്റ്റ് വരാം ഇവരെല്ലാവരും ഒരുമിച്ച്, അല്ലെങ്കിൽ ഈ ഒരു സ്പേസിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ലാസ്റ്റ് വരാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഇതിൽ എത്ര, എങ്ങനെ, ഏതൊക്കെ രീതിയിൽ നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം. ഇതിനൊരു സിംഗിൾ വൺ ആയിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് ഒരു എലമെന്റ്, ഇത് രണ്ടാമത്തെ, ഇത് 3, 4, 5, 6 എലമെന്റ്സ് ഉണ്ട്. ഈ 6 എലമെന്റ്സിൽ ഞാൻ ഈ ഒരു സെറ്റാണ് ആദ്യം എടുക്കുന്നതെങ്കിൽ ഇതിന് എനിക്ക് എവിടെ വേണമെങ്കിൽ വെക്കാം. ഇതിന് എത്ര ചോയ്സ് ഉണ്ട്? 6 ചോയ്സ് ഉണ്ട്. അടുത്ത ആൾക്ക് ഒരു സ്പേസ് കുറഞ്ഞു, അപ്പോൾ നമ്പർ ഓഫ് ചോയ്സസ് 5. പിന്നെ വരുന്ന ആൾക്ക് ഒരു സ്പേസും കൂടി കുറഞ്ഞു, നമ്പർ ഓഫ് ചോയ്സസ് 4. പിന്നെ 3,
2 1. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ 3 വവൽസും ഒരുമിച്ച് കൊണ്ടുപോകണം. ഇതിൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിൽ വെക്കാം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പെർമിറ്റേഷൻ എന്ന് പറയുന്നത് 6 ഫാക്ടോറിയൽ 6 into 5 into 4 into 3 into 2 into 1 that equal to 6 factorial എന്ന് വെച്ചാൽ that is 6 factorial എന്ന് പറയുന്നത് 240. ഓക്കെ, 6 ഫാക്ടോറിയൽ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കണം. ഈ എ ഇ യു എന്ന് പറയുന്നതിൽ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇ വെച്ച് ഫസ്റ്റ് വരാം അല്ലേ, അല്ലെങ്കിൽ യു ആദ്യം വരാം, എ ഇടയിൽ വരാം. അങ്ങനെ മാറി മറിഞ്ഞൊക്കെ നമുക്ക് ഇതിനകത്ത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. എന്നാലും ഇവർ 3 പേരും ഒരുമിച്ച് തന്നെയാണ് വരിക. അപ്പോൾ എത്ര രീതിയിൽ നമുക്ക് ഈ 3 ലെറ്റേഴ്സിനെയും അറേഞ്ച് ചെയ്യാം. 3 ലെറ്റേഴ്സ് ഉണ്ട്, 3 സ്പേസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3 എണ്ണത്തിനെയും നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് എത്ര വേസ് ഉണ്ട്? 3 ഫാക്ടോറിയൽ വേസിൽ അല്ലേ. 3 സ്പേസ് ഉണ്ട്, 3 എലമെന്റ് ഉണ്ട്. ദി നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഈസ് 3 ഫാക്ടോറിയൽ വേസിൽ നമുക്കിതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും ഇതിനിടയിൽ നമ്മൾ വെക്കുമ്പോഴും ഇത് മാറി മാറി പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. 3 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു 6 factorial into 3 factorial. 6 factorial into 3 factorial. Simplify ചെയ്യാം. നമുക്കതിൻ്റെ ആൻസർ 6 factorial is 720 into 3 factorial എന്ന് പറയുമ്പോൾ 1 into 2 into 3 that is 6. The answer is 4320. Second question എന്ന് പറയുന്നത് all vowels do not occur together. All vowels do not occur together എന്ന് പറയുമ്പോൾ vowels ഒരുമിച്ച് വരരുത്. അപ്പോൾ ടോട്ടൽ പെർമുട്ടേഷനിൽ നിന്ന് vowels ഒരുമിച്ച് വരുന്ന നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് vowels do not occur together കിട്ടും. ഒരിക്കൽ കൂടി പറയാം. ടോട്ടൽ നമ്പർ ഓഫ് പെർമുട്ടേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ 8 ലെറ്റേഴ്സ് ഉണ്ട്. 8 ലെറ്റേഴ്സിൽ 8 സ്പേസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 8 ലെറ്റേഴ്സ് ഉണ്ട്, 8 സ്പേസ് ഉണ്ടെങ്കിൽ ടോട്ടൽ പെർമുട്ടേഷൻ എന്ന് പറയുന്നത് 8 ഫാക്ടോറിയൽ ആണ്. അതിൽ നിന്ന് വവൽസ് ഒരുമിച്ച് വരുന്നത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ എന്ന് കിട്ടും അല്ലേ. ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ equal to 8 factorial minus 6 factorial into 3 factorial, that is equal to 8 factorial എന്ന് പറയുന്നതിനകത്ത് 6 factorial കോമൺ ആണ്. നമുക്ക് ആ 6 factorial അങ്ങ് എടുക്കാം. പിന്നെ വരുന്നത് 7 into 8 minus 3 factorial, that is 6 factorial into 7 into 8 is 56, 3 factorial is 6, that is equal to 6 factorial is equal to 720 into 50, that is equal to 360. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക, അതൊന്ന് ശ്രദ്ധിച്ചു പഠിക്കുക. അടുത്തതായി നമുക്ക് കോമ്പിനേഷൻ എന്നുള്ള ഭാഗത്തേക്ക് കിടക്കാം. കോമ്പിനേഷനകത്ത് വരുന്നത് കോമ്പിനേഷൻ ഈസ് എ സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഞാൻ പറഞ്ഞു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ ആണ്, പെർമുട്ടേഷൻ എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് ABC എന്ന് പറയുന്ന 3 സ്റ്റുഡൻസിനെ നമ്മൾ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ABC എന്ന് പറയുന്ന 3 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ AB നമുക്ക് സെലക്ട് ചെയ്യാം, Aനെയും Cയെയും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ Bയും Cയും നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഞാൻ Bയും A സെലക്ട് ചെയ്താലും സെയിം ആണ്, Cയും Aയും ആണെങ്കിൽ ഒരുപോലെയാണ് അല്ലേ. CB എന്ന് പറയുന്നത് BC എന്ന് പറയുന്നത് സെയിം ആണ് ഇൻ ദി കേസ് ഓഫ് സെലക്ഷൻ. അപ്പോൾ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് 3 വേസിലുണ്ട് അല്ലേ. 3 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യാനായിട്ട് എനിക്ക് 3 രീതികളുണ്ട്. ഇത് പെർമുട്ടേഷനിലാണെങ്കിലോ AB എന്ന് പറയുന്നതും BA എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. ACയും CAയും ഡിഫറെൻ്റ് ആണ്, BCയും CBയും ഡിഫറെൻ്റ് ആണ്. ഇനി NCR എന്നാണ് നമ്മൾ കോമ്പിനേഷൻ കാണാനുള്ള ഫോർമുല. NCR equal to n factorial divided by n minus r factorial into r factorial.
ഫോർമുല ശ്രദ്ധിക്കുക, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എന്തായാലും വരും. ഇതിൽ r ഈക്വൽ ടു n കൊടുത്തു കഴിഞ്ഞാൽ nc n ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ. n മൈനസ് n എന്ന് പറയുമ്പോൾ 0 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 ആണ്. n ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ 1. nc നോട്ട് എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില വാല്യൂസ് ആണ്. nc നോട്ട് എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ n മൈനസ് 0 ഫാക്ടോറിയൽ ഇൻറ്റു 0 ഫാക്ടോറിയൽ. ഇവിടെയും 0 ഫാക്ടോറിയൽ ഈസ് 1, n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ, റിസൾട്ട് 1 ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഫോർമുലയാണ് nc n മൈനസ് r ഈക്വൽ ടു ncr. ഫോർമുല എന്ന് പറയുന്നത് nc n മൈനസ് r ഈക്വൽ ടു ncr. അപ്പോൾ അത് നമുക്ക് ഈ NCR എന്നുള്ള ഫോർമുലയിലെ ആറിൻ്റെ സ്ഥാനത്ത് n മൈനസ് r എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n ക്യാൻസൽ ചെയ്ത് അത് r ഫാക്ടോറിയൽ n ആയി വരും. ദിസ് ഈസ് സെയിം ആസ് NCR. അപ്പോൾ ഈ ഒരു ഫോർമുല ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമുള്ള ഒരു ഫോർമുലയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് NCA ഈക്വൽ ടു NCB ആണെങ്കിൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. NCA ഈക്വൽ ടു NCB ആണെങ്കിൽ ഒന്നുകിൽ A ഈക്വൽ ടു B ആയിരിക്കണം, അല്ലെങ്കിൽ ഈ റിസൾട്ട് അനുസരിച്ച് A എന്ന് പറയുന്നത് n മൈനസ് ബിക്ക് തുല്യമാണ് അല്ലേ, ഈ റിസൾട്ട് അനുസരിച്ച്. അപ്പോൾ നമുക്ക് B ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ n ഈക്വൽ ടു A പ്ലസ് ബി. അപ്പോൾ ഈ n ഈക്വൽ ടു A പ്ലസ് ബി എന്നുള്ള ഈ ഒരു ഫോർമുല ശ്രദ്ധിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഏതാണത്? NC9 ഈക്വൽ ടു NC8 ആണെങ്കിൽ ഫൈൻഡ് NC17. നമ്മൾ ആദ്യം n കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഈ ഫോർമുല അനുസരിച്ച് നമുക്കറിയാം n-ന്റെ വാല്യൂ A പ്ലസ് ബി. അപ്പോൾ ഹിയർ n ഈക്വൽ ടു 9 പ്ലസ് 8 ദാറ്റ് ഈക്വൽ ടു 17 ആണ് n-ന്റെ വാല്യൂ. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് NC17 ആണ്. n-ന്റെ വാല്യൂ 17 ആണെങ്കിൽ 17C17 നമ്മൾ നേരത്തെ പറഞ്ഞു NCN സെയിം ലെറ്റർ വരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. നമുക്കൊരു സിംപ്ലിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അതല്ല ഫോർമുല വെച്ച് ചെയ്താലും നമുക്ക് 1 എന്ന് തന്നെ ആൻസർ കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു പ്രോബ്ലം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. n-ന്റെ വാല്യൂ കാണാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും 2nC3 is to nC3 equal to 12 is to 1. ഈ രീതിയിൽ തരികയാണെങ്കിൽ 2nC3 is to nC3 equal to 12 is to 1. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. A is to B equal to C is to D ആണെങ്കിൽ A by B equal to C by D എന്നറിയാം അല്ലേ. അപ്പോൾ ഇവിടെ വരിക 2nC3 divided by nC3 equal to 12 by 1. നമുക്ക് അങ്ങനെ എഴുതാം. 2nC3 divided by nC3 equal to 12 divided by 1. 12 by 1 എന്ന് പറയുന്നത് 12 എന്ന് നമുക്ക് എഴുതാം. എന്താണ് 2nC3 എന്ന് നോക്കാം. 2nC3 എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് നമുക്കൊന്ന് എഴുതാം. 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ദാറ്റ്സ് ഈക്വൽ ടു 12. നമുക്ക് ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് റെസിപ്രോക്കൽ. ആ ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഈക്വൽ ടു 12. വീണ്ടും സിംപ്ലിഫിക്കേഷൻ നമുക്ക് ചെയ്യാം. 2n ഫാക്ടോറിയൽ ബൈ 2n മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2n ഫാക്ടോറിയലിനകത്ത് 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 2 ഇൻറ്റു 2n മൈനസ് 3 എന്ന് എഴുതാം അല്ലേ. കാരണം 2n ഫാക്ടോറിയൽ ആണ് വലുത്. അപ്പോൾ വലുതിന് നമുക്ക് ഓരോന്ന് കുറച്ച് 2n മൈനസ് 3 വരെ എഴുതി അതിന് നമുക്കൊരു ഫാക്ടോറിയൽ കൊടുക്കാം. ഡിവൈഡഡ് ബൈ താഴെ വരുന്ന 2n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈഡ് ബൈ
ന്യൂമറേറ്ററിൽ n മൈനസ് 3 ഫാക്ടോറിയൽ, താഴെ n ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഈ n ഫാക്ടോറിയലിനെ ഒന്ന് ചെറുതാക്കി കൊണ്ടുവരാം. ഫാക്ടോറിയലിൻ്റെ ഫോർമുലയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണത്. n ഫാക്ടോറിയലിന് നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ ആക്കി എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈക്വൽ ടു 12. ഇനി നമുക്ക് കോമൺ ഫാക്ടേഴ്സ് 3 ഫാക്ടോറിയൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് 3 ഫാക്ടോറിയലിനെയും ക്യാൻസൽ ചെയ്യാം. n മൈനസ് 3 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. 2n മൈനസ് 3 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. റിമൈനിങ് ടേംസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് വരിക. 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 2 ഡിവൈഡഡ് ബൈ എല്ലാ ടേംസും ക്യാൻസലായി 1 ഇൻറ്റു ന്യൂമറേറ്റർ ഈസ് 1 ബൈ ഡിനോമിനേറ്റർ ഈസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഈക്വൽ ടു 12. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് വീണ്ടും 2 ഒരു കോമൺ ഫാക്ടറാണ് ഈ ന്യൂമറേറ്ററിന്. ഈ ഒരു ടേമിൽ 2 കോമൺ ആയിട്ട് വരുന്നുണ്ട്. ആ 2 നമ്മുടെ ഈ 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു n മൈനസ് 1, ഞാൻ അതിൽ നിന്ന് 2 ഔട്ട് സൈഡ് എടുത്തു, ഡിവൈഡഡ് ബൈ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഈക്വൽ ടു 12 എന്ന് എഴുതാം. ഇനി വീണ്ടും കോമൺ ഫാക്ടർ ആയിട്ടുള്ള n മൈനസ് 1 നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. പിന്നെ വരുന്ന ടേംസിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇവിടെ n കൂടി നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. n ക്യാൻസൽ ചെയ്തു. പിന്നെ നമുക്ക് 4 ഇൻറ്റു n ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 4 ഇൻറ്റു 2n മൈനസ് 1 ഈക്വൽ ടു 12 ഇൻറ്റു n മൈനസ് 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8n മൈനസ് 4 ഈക്വൽ ടു 12n മൈനസ് 24. ദാറ്റ് ഈസ് 8n നമ്മൾ റൈറ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് 4n, 24 ലെഫ്റ്റ് സൈഡിലോട്ടും കൊണ്ടുവരാം. അപ്പോൾ പോസിറ്റീവ് 24 മൈനസ് 4 ദാറ്റ് ഈസ് 20 ഈക്വൽ ടു 4n. Simplifying we get n equal to 20 by 4 that equal to 5. ഈ n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഈ ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിച്ച് ചെയ്തു പിടിക്കാം. How many chords can be drawn through 21 points on a circle? ഒരു സർക്കിളിൽ 21 പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് എത്ര കോഡ് വരയ്ക്കാം എന്ന് പറയുമ്പോൾ 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കോഡ് വരയ്ക്കാം അല്ലേ. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? ടേക്കിംഗ് 2 at a time. 21 പോയിന്റ്സിൽ നിന്ന് നമ്മൾ 2 എണ്ണം ചെയ്തെടുക്കുക. 21C2 that equal to 21 factorial divided by 21 minus 2 factorial into 2 factorial that equal to 21 minus 2 എന്ന് പറയുമ്പോൾ 19 factorial. 21 factorial divided by 19 factorial എന്ന് പറയുമ്പോൾ 19 വരെ ക്യാൻസൽ ചെയ്തു. പിന്നെ വരുന്നത് 20 into 21 divided by 2. 20 into 21 divided by 2. ഇവിടെ നമുക്ക് 10 ആൻസർ വരിക 210. അടുത്തൊരു പ്രോബ്ലം. How many ways can a team of 3 boys and 3 girls be selected from 5 boys and 4 girls? 5 boys and 4 girls. അപ്പോൾ നമ്മുടെ കൈവശം 5 ബോയ്സ് ഉണ്ട്. അതിൽ നിന്ന് എത്ര പേരെ സെലക്ട് ചെയ്യണം? 5 പേരിൽ നിന്ന് 3 പേരെ നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മുടെ കൈവശം 4 ഗേൾസ് ഉണ്ട്. എത്ര പേരെ സെലക്ട് ചെയ്യണം? 3 പേരെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കോമ്പിനേഷൻ ഫോർമുല അനുസരിച്ച് 5C3 into 4C3. 5C3 into 4C3 simplify 5 factorial by 5 minus 3 factorial into 3 factorial. ഇവിടെ വരിക 4 factorial by 4 minus 3 factorial into 3 factorial. സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് എത്ര ആൻസർ വരുന്നതെന്ന് നോക്കാം. That's equal to 5 factorial by 2 factorial
that is 1 into 2 into 3 factorial into 4 factorial divided by 4 minus 3 1 factorial is 1 പിന്നെ വരുന്നത് 3 factorial. അപ്പോൾ ഈ 5 ഫാക്ടോറിയലിനകത്ത് 3 ഫാക്ടോറിയൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ വരുന്നത് അവിടെ 4 into 5 അല്ലേ, 3 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്തു ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇവിടെ 3 ഫാക്ടോറിയൽ പോയി കഴിഞ്ഞാൽ 4 ഫാക്ടോറിയൽ പിന്നെ 4 ഉള്ളൂ. നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 2 40 ആണ് ആൻസർ വരുന്നത് അല്ലേ. 10 into 4 ആൻസർ ഈസ് 40. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 9 balls from 6 red balls, 5 white balls and 5 blue balls if each selection consists of 3 balls of each color. നമ്മുടെ കൈവശം 6 റെഡ് ബോൾ ഉണ്ട്, 6 റെഡ് ബോൾസ് ഉണ്ട്, 5 വൈറ്റ് ബോൾസ് ഉണ്ട്, 5 ബ്ലൂ കളറിലുള്ള ബോളുകളുണ്ട്. ഈ 6 റെഡ് ബോളിൽ നിന്ന് ഇതിൽ നിന്ന് നമ്മൾ 9 എണ്ണം സെലക്ട് ചെയ്യണം. ഓരോ കളറും 3 എണ്ണം വീതം ഉണ്ടാവും അല്ലേ. 6 റെഡിൽ നിന്ന് നമ്മൾ 3 റെഡിനെ സെലക്ട് ചെയ്യണം, 5 വൈറ്റിൽ നിന്ന് 3 വൈറ്റ് ബോൾ സെലക്ട് ചെയ്യണം, അതുപോലെ 5 ബ്ലൂ കളർ ബോളിൽ നിന്ന് 3 ബ്ലൂ കളർ ബോൾ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 6C3 into 5C3 into 5C3. സിംപ്ലിഫൈ ചെയ്യാം. 6C3 എന്ന് പറയുമ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ multiplied by 5 factorial divided by 5 minus 3 factorial into 3 factorial into 5 factorial by 5 minus 3 factorial into 3 factorial that equal to 3 factorial കഴിഞ്ഞാൽ remaining 4, 5, 6 അല്ലേ. ന്യൂമറേറ്ററിനകത്ത് 4, 5, 6 വരും divided by ഒരു 3 factorial that is 1 into 2 into 3 into 5 factorial by 3 factorial പോയി കഴിഞ്ഞാൽ 4 into 5 divided by 5 minus 3 2 factorial that is 1 into 2. 5 factorial 3 factorial പോയി കഴിഞ്ഞാൽ 4 into 5 divided by 2 factorial that is 2. Simplify 6 cancel ചെയ്യും, 2, 2, 4 നമുക്ക് cancel ചെയ്യാം. Answer is 5 into 4 20 into 5 into 4 20 into 5 400 into 5 that equal to 2000. അടുത്തൊരു question. How many ways can one select a cricket team of 11 from 17 players in which only 5 players can bowl if each cricket team of 11 must include exactly 4 bowlers? ക്രിക്കറ്റ് ടീമിനകത്ത് 17 കളിക്കാരുണ്ട്, അതിൽ 5 പേര് ബൗളേഴ്സാണ്. ഈ 5 പേര് ബൗൾ ചെയ്യുന്നതിൽ നമുക്ക് എത്ര പേരെ സെലക്ട് ചെയ്യണം? 4 പേരെ സെലക്ട് ചെയ്യണം. 5 പേരിൽ നിന്ന് 4 ബൗളേഴ്സിന് നമുക്ക് സെലക്ട് ചെയ്യണം. ഇനി ബൗളേഴ്സ് അല്ലാത്ത എത്ര പേരുണ്ട്? ക്രിക്കറ്റ് ടീമിൽ ടോട്ടൽ 17 പേരുണ്ട് അല്ലേ. അപ്പോൾ ബൗൾ ചെയ്യാനല്ലാത്ത 12 പേരുണ്ട്. ആ 12 പേരിൽ നിന്ന് ബാക്കി എത്ര പേരെ സെലക്ട് ചെയ്യണം? ക്രിക്കറ്റ് ടീമിനകത്ത് 11 പേരാണുള്ളത്. അപ്പോൾ 4 പേരെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു. അപ്പോൾ റിമൈനിങ് 7 പേരും കൂടി വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 12C7 into 5C4. 12C7 into 5C4 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ചെയ്ത് നോക്കാം. നമ്മൾ 12 ഫാക്ടോറിയൽ ബൈ 12 minus 7 factorial into 7 factorial into 5 factorial divided by 5 minus 4 factorial into 4 factorial. അപ്പോൾ ഇതിനകത്ത് 12 minus 7 എന്ന് പറയുന്ന 5 factorial ആണ്. 5 factorialഉം 5 factorialഉം പോയി. 12 factorial by 7 factorial എന്ന് പറയുമ്പോൾ 7 ഇതിൽ പോയി കഴിഞ്ഞാൽ 8, 9, 10, 11, 12 divided by
5 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്തു. ഇത് 1 ആണ്. 4 ഫാക്ടോറിയൽ ഈസ് 1 into 2 into 3 into 4. 12 നമ്മൾ ക്യാൻസൽ ചെയ്യാം. 2 8ൽ 4 ടൈംസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3960. നിങ്ങൾ ആൻസർ ഒന്ന് ചെക്ക് ചെയ്തോളൂ. A committee of 3 persons to be constituted from a group of 2 men and 3 women. In how many ways can this be done? How many of these committees would consisting of 1 man and 2 women? അപ്പോൾ ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. അതിനകത്ത് 3 പേരുണ്ടായിരിക്കണം. എത്ര പേര് നമ്മുടെ കൈവശമുണ്ട്? 2 മെൻ ഉണ്ട്, അതുപോലെ തന്നെ 2 വുമൺ ഉണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എത്ര പേരെ സെലക്ട് ചെയ്യണം? 3 പേരെ സെലക്ട് ചെയ്യണം. ആകെ 5 പേരുണ്ട്. 2ഉം 3ഉം ആകെ 5 പേരുണ്ട് നമ്മുടെ കൈവശം. 5 പേരിൽ നിന്ന് നമുക്ക് 3 പേരെ സെലക്ട് ചെയ്യണം. ആൻസർ ഈസ് 5C3. 5C3 എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 5 minus 3 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ 4 into 5 divided by 2 ഫാക്ടോറിയൽ ഈസ് 1 into 2. ആൻസർ 10. അടുത്തൊരു ക്വസ്റ്റ്യനിൽ how many of these committees will consist of 1 man and 2 women? അപ്പോൾ ആകെ 2 പേരിൽ നിന്ന് നമ്മൾ എത്ര പേരെ സെലക്ട് ചെയ്യണം? ഒരാളെ സെലക്ട് ചെയ്യണം. വുമണിനെയോ? 3 വുമൺ നമ്മുടെ കൈവശമുണ്ട്. അതിൽ നിന്ന് 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യണം. 2ൽ നിന്ന് 1ഉം 3ൽ നിന്ന് 2ഉം. ആൻസർ ഈസ് 2C1 into 3C2 that equal to 2C1 എന്ന് പറയുന്നത് 2 ആണ്. 3C2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ആൻസർ ഈസ് 6. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്.